അമ്മ അച്ചാച്ചി എന്നാ വരുന്നേ? എനിക്കറിയത്തില്ല, അവനെ അറിയത്തുള്ളൂ അവന്റെ കാര്യം. എന്നാ മോനെ കാര്യം? എന്റെ യൂണിഫോം കീറിയിട്ട് ഒരാഴ്ചയായി. അച്ചാച്ചി എന്നാ മേടിച്ചു തരാത്തെ? മോൻ അവനോട് മേടിച്ചു തരാൻ പറഞ്ഞായിരുന്നോ? പൈസ ഇല്ല, യൂണിഫോം ഇല്ലാതെ പോകാൻ പറ്റുവാണെങ്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അവന്റെ ആവശ്യത്തിനെല്ലാം അവന് പൈസയുണ്ട്, മോന്റെ ആവശ്യത്തിനൊന്നും അവന് പൈസ ഇല്ല. യൂണിഫോം ഇല്ലാതെ ചെന്നാൽ ടീച്ചർ എന്നെ വഴക്ക് പറയും. മോൻ വിഷമിക്കണ്ട, അമ്മ യൂണിഫോം മേടിച്ചു തരാം. അമ്മയുടെ പൈസ ഉണ്ടോ? ഉണ്ട് മോനെ, പെൻഷൻ കിട്ടിയ പൈസയുണ്ട്. അമ്മയ്ക്ക് മരുന്ന് മേടിക്കണ്ടേ? മോന് യൂണിഫോം മേടിച്ചിട്ട് അമ്മ പിന്നെ മരുന്ന് മേടിച്ചോളാം. അമ്മ അച്ചാച്ചി വരുന്നുണ്ട്. നീ എവിടെ ആയിരുന്നു? ഒരാഴ്ചയായല്ലോ നിന്നെ കണ്ടിട്ട്. അതാണ് ഇപ്പൊ എടുത്ത വലിയ കാര്യം. നിങ്ങൾ ഇന്ന് പഴംപൊരാണം പറയിച്ചത് വെള്ളം കെടുത്തതല്ലേ? ദാഹിക്കും. അച്ചാച്ചി എനിക്ക് യൂണിഫോം മേടിച്ചു തരാഞ്ഞ്. യൂണിഫോം ഇല്ലാതെ എന്നെ സ്കൂളിൽ കയറ്റത്തില്ല. എന്നോട് ഞാൻ പറഞ്ഞതല്ലേ, യൂണിഫോം ഇല്ലാതെ നീ ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. അല്ല നീ ഇനിയിപ്പോ സ്കൂളിൽ പോകണ്ട. അല്ല നീ ഒന്നും പഠിച്ചിട്ടൊരു കാര്യമില്ലല്ലോ. പഠിക്കാൻ പോകുന്നു. നീ എന്നാ വർത്തമാനാടെ പറയുന്നേ? വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണം. നിങ്ങൾ കിടന്ന് കൂടുതൽ ചിലക്കാതെ പൈസ ഇങ്ങോട്ട് എടാ, പൈസ ഇങ്ങോട്ടാ, കുഞ്ഞിന് യൂണിഫോം എടുക്കാം. അവനിപ്പോ യൂണിഫോം ഉണ്ടാക്കണ്ട. യൂണിഫോം ഉണ്ടാക്കി അവനിപ്പോ ഡോക്ടർ ആകാൻ പോലെ. യൂണിഫോം ഇല്ലാതെ സ്കൂളിൽ പോയി പഠിക്കാൻ കാണിച്ചാൽ മതി. നിങ്ങൾ എന്തിനാ ഇവനെ ഇങ്ങനെ സഹിക്കുന്നത്? പണിക്കും പോകല, വീടും നോക്കുകയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി കൊടുക്കും. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പരാതി ഒന്നും കൊടുക്കണ്ടേ ചേട്ടാ. 10 മാസം ഞാൻ ചുമന്നുകൊണ്ട് കിടന്നതല്ലേ. എൻ്റെ മോനല്ലേ, അവൻ നന്നായിക്കോളും.